മുസ്ലിമായി മരിക്കണം എന്നുള്ളത് കേവല വ്യാമോഹം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അത് പൂതിപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ട പണി ചെയ്യണം. അതെന്താനാ ഇവിടെ ഒറ്റവാക്കിൽ പറയുന്നത്? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അള്ളാഹനെ എപ്രകാരമാണോ ഹഖ്ക തുഖാതിഹി എന്നാ പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട മുറ ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അവിടെയാണ് ഷഹാദത്ത് കലിമയടക്കമുള്ള ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, അള്ളാഹുവിലും അവസാനം ഖദറിലുമുള്ള വിശ്വാസമടക്കമുള്ള ഈമാനിന്റെ 6 കാര്യങ്ങൾ. ഇതൊക്കെ ദൃഢമായി വിശ്വസിക്കേണ്ടത് ദൃഢമായി തന്നെ, ചാഞ്ചാടാതെ സംശയലേശമെന്നെ വിശ്വസിച്ച് പ്രവർത്തിക്കേണ്ടത് കൃത്യസമയത്ത് പ്രവർത്തിച്ച്, ഇബാദത്തുകളിൽ അലംഭാവവും ഉദാസീനതയും കാണിക്കാതെ റഹ്മാനായ റബ്ബിന്റെ റസൂൽ നമുക്ക് കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വിരോധിച്ചതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, ആ റസൂൽ നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. അങ്ങനെ യഥാർത്ഥമായ രൂപത്തിലുള്ള തഖ്വ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ. അപ്പൊ പിന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം റബ്ബിനോട് എടുത്ത കരാറുകളുണ്ട്. വഔഫൂ ബിൽ അഹ്ദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാറുകൾ കേവലം പറയാനുള്ളതല്ല, അത് വെറുതെ പറഞ്ഞൊപ്പിടാനുള്ളതല്ല, അത് പാലിക്കാനുള്ളതാണ്, മഹ്ശറിൽ ചോദിക്കപ്പെടുന്നതുമാണ്. നമുക്ക് അള്ളാഹുവിനോട് കരാറുണ്ട്. ഏറ്റവും വലിയ കരാർ റബ്ബിനോടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റബ്ബിനോടെടുത്ത കരാറാണ് ദിനവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥമായ റബ്ബിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം, വിശദീകരിക്കാൻ നേരമില്ല. ആ പ്രതിജ്ഞ നമ്മൾ 5 നേരവും അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പറയുന്നുണ്ട്. ആ കരാറ് പാലിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മുസ്ലിമാണെന്ന് എനിക്ക് ഉറക്കെ പറയാൻ പറ്റുമോ? അത് നമ്മൾ ഓരോരുത്തരും അവരവരോടാണ് ചോദിക്കേണ്ടത്. റബ്ബിനോടുള്ള കരാറാണത്. ഇനി മനുഷ്യരോട് കരാറുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് കടമയുണ്ട്, അത് റബ്ബിനോടെടുത്ത കരാറാണ്, അത് പാലിച്ചോളാം. അയൽപക്കക്കാരോടുണ്ട്, കൂട്ടുകാരോടുണ്ട്, ബന്ധുമിത്രാദികളോടുണ്ട്, എല്ലാവരോടുമുണ്ട്. ആ കടമകളൊക്കെ പാലിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അങ്ങനെ കടമകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ റബ്ബിനോടും റബ്ബ് നമ്മോട് കടമ പാലിക്കാൻ പറഞ്ഞിട്ടുള്ളവരോടും കടമകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു നല്ല അന്ത്യം പ്രതീക്ഷിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടെയുള്ള ഹുസ്നുൽ ഖാത്തിമ, ഒരു നല്ല പര്യവസാനം നൽകി സാലിഹീങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.